എല്ലാവർക്കും നമസ്കാരം. കേരള ഹിസ്റ്ററിയിൽ നിന്നും PSC പരീക്ഷകൾക്ക് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള പാലിയം സത്യാഗ്രഹത്തെ പറ്റി നോക്കാം. പാലിയം സത്യാഗ്രഹം വർഷം 1947. പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് C. കേശവൻ. പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് C. കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതും C. കേശവൻ തന്നെയാണ്. അത് 1947 ഡിസംബർ മാസം 4-ാം തീയതിയാണ് C. കേശവൻ പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലാണ് പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സംഘടനകൾ SNDP, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവരാണ്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സംഘടനകൾ SNDP, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷിയാണ് AG വേലായുധൻ. AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി. പാലിയം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങൾ ചിറക്കൽ കോവിലകം, കൊടുങ്ങല്ലൂർ കോവിലകം, കൊച്ചിൻ കോവിലകം. പാലിയം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങളാണ് ചിറക്കൽ കോവിലകം, കൊടുങ്ങല്ലൂർ കോവിലകം, കൊച്ചിൻ കോവിലകം. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ചിറക്കൽ കോവിലകത്തെ രമ തമ്പുരാട്ടി, ആര്യപ്പള്ളം. ചിറക്കൽ കോവിലകത്തെ രമ തമ്പുരാട്ടിയും ആര്യപ്പള്ളവും പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വനിതകളാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യ ആണ്. പാലിയം സത്യാഗ്രഹം അവസാനിച്ചത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടിയാണ്. പാലിയം സത്യാഗ്രഹം അവസാനിച്ചത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടു കൂടിയിട്ടാണ്. ഹിന്ദു മതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചത് 1948. ഹിന്ദു മതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചത് 1948. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം കൂടിയാണ് പാലിയം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാലും പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1947 ഡിസംബർ മാസം 22 സ്ത്രീകളുടെ സത്യാഗ്രഹം തുടങ്ങി. എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മലയാള മനോരമ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1947 ഡിസംബർ 22 സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത് മലയാള മനോരമ പത്രമാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇതേപോലത്തെ PSC റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും മറ്റ് ടോപ്പിക് വൈസ് വീഡിയോസും എന്നിവ ലഭിക്കണമെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.